ഒരു സൈനികൻ യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്നത് തൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള നിരുപാധികമായ സ്നേഹവും അർപ്പണബോധവും മുൻനിർത്തിയാണ്. താൻ പോരാടുന്നത് രാജ്യത്തിന് വേണ്ടിയാണെന്നും തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യം തന്നെയും തൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുമെന്നുമുള്ള മൗനമായ ഒരു ധാരണ ആ യൂണിഫോമിനുള്ളിലുണ്ട്. സൈനിക സേവനത്തിൻ്റെ അടിസ്ഥാനപരമായ ആണിക്കല്ല് തന്നെ ഈ വിശ്വാസമാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഈ വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതായാണ് കാണുന്നത്. പോരാട്ടത്തിനിടയിൽ ശത്രുക്കളുടെ പിടിയിലായോ അല്ലാതെയോ അപ്രത്യക്ഷരാകുന്ന സ്വന്തം സൈനികരെ തിരിച്ചറിയാനോ അവർക്ക് അർഹമായ ബഹുമാനം നൽകാനോ രാജ്യം തയ്യാറാകാതെ വരുമ്പോൾ തകരുന്നത് ഒരു സൈന്യത്തിൻ്റെ മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ ധാർമ്മിക അടിത്തറയാണ്. സമീപകാലത്ത് ബലൂചിസ്ഥാനിലുണ്ടായ സംഭവങ്ങൾ ഈ ചർച്ചയെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA നടത്തിയ ഓപ്പറേഷൻ ഫിറോസ് 2 എന്ന ആക്രമണത്തിൽ 7 പാകിസ്ഥാൻ സൈനികരെ തടവിലാക്കിയതായും 10 പോലീസുകാരെ മോചിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തടവിലായ സൈനികർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡുകൾ ഉയർത്തിക്കാട്ടുന്നതും തങ്ങൾ സൈനികരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതും ആ വീഡിയോകളിൽ കാണാം. എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറായിട്ടില്ല. സ്വന്തം സൈനികരെ അംഗീകരിക്കാൻ പോലും മടിക്കുന്ന ഒരു നേതൃത്വത്തിന് കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാരായ ജവാന്മാരുടെ അവസ്ഥ പരിതാപകരമാണ്. സൈനിക തന്ത്രങ്ങളിലെ പിഴവുകളേക്കാൾ ഉപരിയായി തങ്ങളുടെ അസ്തിത്വം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇവർ നേരിടുന്നത്. ചരിത്രപരമായി പരിശോധിച്ചാൽ ഇത്തരം അവഗണനകൾക്ക് പാകിസ്ഥാന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1971 ധാക്കയുടെ പതനം. കിഴക്കൻ പാകിസ്ഥാനിലെ പോരാട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാൻ സൈന്യം നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിലൊന്നാണ്. ഏകദേശം 93,000 പാകിസ്ഥാൻ സൈനികരും ഉദ്യോഗസ്ഥരുമാണ് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ അന്ന് കീഴടങ്ങിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കൂട്ടക്കീഴടങ്ങലായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. മാസങ്ങളോളം യുദ്ധം ചെയ്തിട്ടും കൃത്യമായ നേതൃത്വമില്ലാതെയും സഹായമില്ലാതെയും ശത്രുവിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്ന ആ സൈനികർക്ക് പിന്നീട് തങ്ങളുടെ നാട്ടിൽ ലഭിച്ച സ്വീകരണം അത്ര സുഖകരമായിരുന്നില്ല. പരാജയപ്പെട്ടവർ എന്ന നിലയിൽ അവരെ മുദ്രകുത്താനാണ് ഭരണകൂടം ശ്രമിച്ചത്. ഇതുകൊണ്ടും പാകിസ്ഥാൻ പാഠം പഠിച്ചില്ല എന്നതിൻ്റെ തെളിവാണ് 1999 കാർഗിൽ യുദ്ധം. അതിശൈത്യമുള്ള ഹിമാലയൻ മലനിരകളിൽ ഇന്ത്യൻ സൈന്യത്തോട് പോരാടിയത് പാകിസ്ഥാൻ സൈനികരാണെന്ന് ആദ്യം അംഗീകരിക്കാൻ പോലും അന്നത്തെ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായില്ല. പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടത് മുജാഹിദീനുകളാണെന്ന വാദമാണ് അവർ ലോകത്തിന് മുന്നിൽ ഉയർത്തിയത്. നോർത്തേൺ ലൈറ്റ് ഇൻഫൻട്രിയിലെ സൈനികർ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ പോരാടി മരിച്ചു വീഴുമ്പോഴും അവർക്ക് സൈനിക ബഹുമതികൾ നൽകുന്നതിന് പകരം അവരെ നിഷേധിക്കുകയാണ് രാജ്യം ചെയ്തത്. കൊല്ലപ്പെട്ട സ്വന്തം സൈനികരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ പോലും മടികാട്ടിയ അന്നത്തെ നിലപാട് പാകിസ്ഥാൻ സൈനികർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിരുന്നു. സൈനികർക്ക് തങ്ങളുടെ സ്വത്വം പോലും നിഷേധിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ വിരളമാണ്. ആഭ്യന്തര കലഹങ്ങളിലും പാകിസ്ഥാൻ സൈനികർ ഇതേ അവഗണന നേരിട്ടിട്ടുണ്ട്. 2007 സൗത്ത് വസീറിസ്ഥാനിൽ നടന്ന ഭീകരവിരുദ്ധ പോരാട്ടത്തിനിടയിൽ 200ഓളം സൈനികർ ഭീകരരുടെ പിടിയിലായ സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. ഓപ്പറേഷൻ പ്ലാനിങ്ങിലെ വലിയ വീഴ്ചകളും സൈനികരുടെ മനോവീര്യം തകർക്കുന്നതുമാണ് ഇത്രയധികം സൈനികർ ഒരേ സമയം പിടിക്കപ്പെടാൻ ഇടയാക്കിയത്. തങ്ങൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്ന കാര്യത്തിൽ സൈനികർക്ക് വ്യക്തത ഇല്ലാതാകുന്നതും നേതൃത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതും വലിയ തിരിച്ചടികൾക്ക് കാരണമാകുന്നു. അഫ്ഗാൻ അതിർത്തിയിൽ ഇന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ഭീകരർ പിടിച്ചെടുക്കുന്നതും സൈനികരുടെ ആയുധങ്ങൾ അവർ കൈക്കലാക്കുന്നതും പതിവാകുകയാണ്. വിവര സാങ്കേതിക വിദ്യ വളർന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കുക എന്നത് ഭരണകൂടത്തിന് അസാധ്യമാണ്. ഭീകര സംഘടനകൾ തങ്ങൾ പിടികൂടിയ സൈനികരുടെ വിവരങ്ങളും ദൃശ്യങ്ങളും തത്സമയം പുറത്തുവിടുമ്പോൾ സൈനിക നേതൃത്വം പുലർത്തുന്ന മൗനം അവരുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഇത് കേവലം ഒരു നയതന്ത്ര പ്രശ്നമല്ല, മറിച്ച് സൈനികരുടെ കുടുംബങ്ങളെയും വരാനിരിക്കുന്ന തലമുറകളെയും ബാധിക്കുന്ന വിഷയമാണ്. ഒരു സൈനികൻ തൻ്റെ ജീവൻ പണയം വെച്ച് പോരാടുന്നത് താൻ ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണെന്ന ബോധ്യത്തിലാണ്. ആ ബോധ്യം തകർന്നാൽ സൈന്യത്തിൻ്റെ കരുത്താണ് ചോർന്നു പോകുന്നത്. സൈനികരുടെ വീര്യത്തെയും അർപ്പണബോധത്തെയും ഭരണകൂടത്തിൻ്റെ പരാജയങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പോരാളികൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. പാകിസ്ഥാൻ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് സ്വന്തം സൈനികരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും അവർക്ക് അർഹമായ ബഹുമാനവും അംഗീകാരവും നൽകുകയുമാണ്. കഴിഞ്ഞകാല തെറ്റുകൾ തിരുത്തി പോരാളികളെ നെഞ്ചോട് ചേർക്കാൻ ഭരണകൂടം തയ്യാറാകാത്ത പക്ഷം ആ സൈന്യത്തിൻ്റെ നട്ടെല്ല് തകരുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കും. ഓരോ സൈനികനും ഒരു ജീവിതമാണ്, ഓരോ കുടുംബത്തിൻ്റെ പ്രതീക്ഷയുമാണ്. ആ പ്രതീക്ഷകൾക്ക് മുന്നിൽ രാജ്യം കണ്ണടയ്ക്കുമ്പോൾ അത് വലിയൊരു ദുരന്തത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്.
ഈ വിഷയത്തിൽ രാജ്യാന്തര സമൂഹത്തിന്റെ ഇടപെടലുകളും നിരീക്ഷണങ്ങളും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വന്തം ജനതയോടും സൈന്യത്തോടും നീതി പുലർത്താത്ത ഒരു രാഷ്ട്രത്തിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പോരാളികളെ മറക്കുന്ന രാജ്യങ്ങൾ ഒരിക്കലും സുരക്ഷിതരായിരിക്കില്ല എന്ന് തന്നെയാണ്. ഈ നിശബ്ദമായ ബലിദാനങ്ങൾക്ക് എന്നാണ് അർഹമായ വില ലഭിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.